മായാമോഷ്മിക്ക് പിടിപെട്ട ആരോഗ്യ പ്രശ്നം. 2000-ന്റെ തുടക്കത്തിൽ മലയാള സിനിമയും ടെലിവിഷൻ പരമ്പരകളും സ്വാധീനിച്ച നടിയാണ് മായാമോഷ്മി. ശാലീനമായ മുഖവും പ്രകൃതി സഹജമായ ഭാവവും മായയുടെ ആകർഷണമായിരുന്നു. മായയുടെ സ്വാഭാവികമായ അഭിനയ രീതി അവരെ പ്രേക്ഷകരുമായി അടുപ്പിച്ചു. ഡാനി, രൗദ്രം, ബാബ കല്യാണി, പുലിവാൽ കല്യാണം, സ്വയംവരപ്പന്തൽ, കോളേജ് കുമാരൻ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് തുടങ്ങി 25ഓളം സിനിമകളിലും 40-ലധികം സീരിയലുകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. ബംഗാളി നടി മൗഷ്മി ചാറ്റർജിയുടെ പേരിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് മായയുടെ പേര് മാതാപിതാക്കൾ കണ്ടെത്തിയത്. അച്ഛൻ GR നാഥ് നേവിയിലായിരുന്നതിനാൽ മായ ജനിച്ചത് ആൻഡമാനിലാണ്. മായയുടെ പഠനകാലം കൊച്ചി, വിശാഖപട്ടണം, കോയമ്പത്തൂർ, തിരുവനന്തപുരം എന്നിങ്ങനെ കടന്നുപോയി. 15-ാം വയസ്സിലാണ് കുടുംബനാട്ടിൽ സെറ്റിലായത്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ വിവാഹം നടന്നു. ആ സമയത്ത് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് വൈകുമെന്ന് ഏതോ ജോത്സ്യർ വീട്ടുകാരെ പറഞ്ഞ് ഭയപ്പെടുത്തി. അങ്ങനെ പക്വത എത്തും മുമ്പേ കുടുംബിനിയായി. ഭർത്താവ് അന്ന് വിദേശത്തായിരുന്നു. വിവാഹത്തിന് മുമ്പേ അഭിനയത്തോട് മമത തോന്നിയിരുന്നു. മകന് 2.25 വയസ്സുള്ളപ്പോഴാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അന്ന് 3 ഷിഫ്റ്റുകളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അക്കാലത്ത് ഒരേ സമയം 8 സീരിയലുകൾ വരെ അഭിനയിച്ചിട്ടുണ്ട്. മായയുടെ കരിയറിലെ പുഷ്പകാലം എന്ന് പറയുന്നത് 2000 മുതൽ 2010 വരെയുള്ള ഒരു ദശകമാണ്. 2013-ൽ ആരോഗ്യ പ്രശ്നം മൂലമാണ് ആദ്യം മാറി നിൽക്കുന്നത്. കണ്ണിന് അണുബാധ ബാധിച്ചു. സ്റ്റെഫാലോഫ് കോക്കസ് എന്ന ബാക്ടീരിയ വരുത്തിവെച്ച പ്രശ്നമായിരുന്നു. അസഹ്യമായ വേദന. വെയിലും ചൂടും കൊള്ളാൻ പാടില്ല. 1 വർഷത്തോളം വീട്ടിൽ അടച്ചിരുന്നു. കണ്ണിൽ നിന്ന് പേസ്റ്റ് രൂപത്തിൽ പീള വരും. കണ്ണിന്റെ സോക്കറ്റ് മുഴുവൻ നിറയും. മുഖത്ത് വെളിച്ചം പോലും അടിക്കാൻ പാടില്ല. കവിളൊക്കെ നീര് വെച്ചു. ക്രമേണ കാഴ്ച മങ്ങി തുടങ്ങി. പ്രതീക്ഷ കൈവിടാതെ ചികിത്സ തുടർന്നു. സഹിക്കാനാവാത്ത വേദന ഒരു വശത്ത്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്ന തനിക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വന്നു എന്ന് മായ ഡോക്ടറോട് അന്വേഷിച്ചു. ഈ അസുഖമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ബിസ്ക്കറ്റോ മറ്റോ വാങ്ങിക്കഴിച്ചാൽ പോലും അസുഖം പകരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ മായയിൽ നിന്ന് മറ്റുള്ളവർക്കും അസുഖം വരാം. അതുകൊണ്ട് 1 വർഷത്തോളം ക്വാറന്റൈനിലായി. അന്ന് കോവിഡ് പോലും പ്രചാരത്തിലായിട്ടില്ല. മനുഷ്യ സമ്പർക്കമില്ലാതെ ഒരു ജീവിതം മായയ്ക്ക് മാത്രമല്ല കണ്ടു നിൽക്കുന്നവർക്ക് പോലും അസഹ്യമായിരുന്നു. അതും ദീർഘമായ ഒരു കാലയളവ് എല്ലാവരിൽ നിന്നും മാറി നിൽക്കണം. മായയുടെ കരിയർ അവസാനിച്ചു എന്ന് കരുതിയാവാം വളരെ അടുപ്പമുണ്ടെന്ന് ധരിച്ചിരുന്ന പലരും വിളിക്കാതെയായി. ആ ഘട്ടത്തിൽ മാനസികമായി പിന്തുണ നൽകിയത് നടൻ പ്രേംപ്രകാശ് ആയിരുന്നു. അദ്ദേഹം ഫോണിൽ വിളിച്ച മനസ്സിന്റെ ബലം കൈവിടരുത്, അസുഖം ഭേദമായാലുടൻ അഭിനയരംഗത്ത് തിരിച്ചു വരണമെന്ന് പറയുമായിരുന്നു. കാഴ്ച തിരിച്ചു കിട്ടും വരെ പുറം ലോകവുമായി ഒരു സമ്പർക്കവുമില്ലാതെ കഴിഞ്ഞുകൂടി. ആദ്യ വിവാഹം പാതിവഴിയിൽ അവസാനിച്ച മായ ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് തൽക്കാലം ആലോചിക്കുക പോലും വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു. ആ സമയത്താണ് മാർക്കറ്റിംഗ് ഹെഡായി ജോലി നോക്കുന്ന വിപിൻ മായയെ കണ്ട് ഇഷ്ടപ്പെട്ട ആലോചനയുമായി വരുന്നത്. അങ്ങനെ മായ വീണ്ടും വിവാഹിതയായി. മകൻ അമൻ അവർ ആഗ്രഹിച്ചതുപോലൊരു ഫോട്ടോഗ്രാഫറാണ്. നിഖിതാഷ എന്നൊരു മകൾ കൂടി മായയ്ക്കുണ്ട്.